കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് SUCയുടെ നേതൃത്വത്തിലുള്ള സമരം ജനകീയമല്ലെന്നും അതിൽ INTUC പങ്കുചേരേണ്ട കാര്യമില്ലെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സമരത്തിൽ എത്ര ആളുകളുണ്ടെന്ന് അറിയാമെന്നും കൂട്ടായ ആലോചനയില്ലാതെ നടത്തിയ സമരമാണെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഓണറേറിയം അല്ല വേണ്ടതെന്നും അവരുടെ ആവശ്യങ്ങളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ടെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. പക്ഷേ അവരുടെ സംഘടന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരാവശ്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം കൂട്ടായ ഒരു ആലോചനയോ കൂട്ടായ ഒരു കൺസൾട്ടേഷനോ ഇല്ലാതെ നടത്തിയാൽ അതിനകത്ത് INTUC എന്നൊരു തൊഴിലാളി സംഘടന ചെന്നങ്ങ് ആരും വിളിക്കാതെ അവിടെ ചെന്ന് സഹകരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒരിക്കലും INTUCക്ക് പറ്റിയ അവരുടെ സംഘടന നടത്തുന്ന ഒരു സമരത്തിലേക്ക്, അവരുടെ സംഘടന കൊടുത്ത മുദ്രാവാക്യത്തിലേക്ക്, അവരുടെ സംഘടന പറയുന്ന കാര്യങ്ങളിലേക്ക് വ്യത്യസ്തമായ ട്രേഡ് യൂണിയനുകൾക്ക് എങ്ങനെ ഓടിച്ചെന്നങ്ങ് ചേരാൻ പറ്റും? ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മേഘ, ഈ ആർ ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം കണ്ട പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിനില്ലാത്ത വിവേകം INTUCക്കുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു സമരം, ആളില്ലാ സമരം? ആ സമരത്തിനോട് INTUC എന്തിനാണ് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്? വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ആണ് ആർ ചന്ദ്രശേഖരൻ ചോദ്യം. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സിജു, ഈ SUCA സമരവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് തന്നെയാണ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. അതായത് ഈ സമരം എന്നത് ഒരു കൂടിയാലോചനയും നടത്താതെ പ്രഖ്യാപിച്ചൊരു സമരമാണ്. ആ സമരത്തിൽ, അതായത് 45 ദിവസം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ആ സമരവുമായി ബന്ധപ്പെട്ട് INTUC മറ്റ് ട്രേഡ് യൂണിയനുകളുമായോ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു സമരത്തിന് INTUC പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നതാണ് ആർ ചന്ദ്രശേഖരൻ ചോദിച്ചിരിക്കുന്നത്. INTUC സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. അവർക്ക് മുതലെടുക്കാം, എന്നാൽ INTUC അതിൽ ചേരേണ്ട ആവശ്യമില്ല. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾ പലപ്പോഴായി VD സതീശൻ ഉൾപ്പെടെ ആ സമരപ്പന്തൽ പല സമയങ്ങളിലായി സന്ദർശിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തോട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. INTUC കോൺഗ്രസുകാർ അവിടെ പോയി എന്ന് വെച്ച് INTUC അവിടെ പോയി ഇരിക്കണം എന്ന് പറയാൻ ആർക്കും അധികാരമില്ല എന്ന് കൂടി ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുന്നു. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതൊരു ജനകീയ മുന്നേറ്റമായി ഒരിക്കലും കാണാൻ സാധിക്കില്ല. എത്ര ആളുകൾ ആ സമരത്തിലുണ്ട് എന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് കൂടി ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുന്നു. കെ കരുണാകരനുമായി ബന്ധപ്പെട്ട് മുരളീധരൻ നേരത്തെ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കെ കരുണാകരനാണ് തന്റെ ദൈവം എന്നാണ് ആർ ചന്ദ്രശേഖരൻ പറയുന്നത്. താൻ വേട്ടയാടപ്പെടുന്നത് കരുണാകരനൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരുന്ന വ്യക്തി ആയതുകൊണ്ടാണ് തന്നെ കോർണർ ചെയ്യുന്നത് എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുന്നു. ഇതെല്ലാം താൻ ഇരയാക്കപ്പെടുന്നത് കരുണാകരൻ കാണുന്നുണ്ടാകാം, ഒരു പക്ഷേ അതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. കൃത്യമായി തന്നെ ആശാവർക്കർമാരുടെ സമരം എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് SUCയുടെ സമരമാണ് എന്ന് തന്നെയാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു വെക്കുന്നത്. ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസിനോട് കിട്ടിയ തിരിച്ചടിയാണെന്ന് ചന്ദ്രശേഖരന്റെ പ്രസ്താവന. അതൊരു ജനകീയ മുന്നേറ്റമാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടെന്നാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത്.